ഇത് എത്ര മനോഹരമാണ്! ഇന്ത്യൻ പ്രീമിയർ ലീഗ് ചരിത്രത്തിലെ ഒരു സുന്ദര അധ്യായമാണ് RCB 16ാം സീസണിൽ ലോകത്തിന് സമ്മാനിച്ചത്. പരിഹാസങ്ങൾ ഏറെ കേട്ടു തുടങ്ങിയതാണ് ഈ സീസൺ. ഫ്രാഞ്ചൈസിയുടെ ശാപമാണ് കിരീടമില്ലാത്ത ഈ കുതിപ്പിന് കാരണമെന്ന് ഇനി പറയാൻ കഴിയില്ല. കാരണം വുമൻസ് പ്രീമിയർ ലീഗിൻ്റെ 2ാം പതിപ്പിൽ സ്മൃതി മന്ദാന ഉയർത്തിയ കിരീടത്തിൽ ആ ചോദ്യത്തിന് ഉത്തരമുണ്ട്. 16 വർഷങ്ങൾ പിന്നിട്ടും RCB തേരോട്ടത്തിന് ഒരു സുന്ദരമായ പര്യവസാനം. 1% പ്രതീക്ഷയിലും ഞാൻ പൂർണ്ണ സംതൃപ്തിയോടെയാണ് RCBക്ക് വേണ്ടി കളിക്കാനിറങ്ങുന്നതെന്ന് കോഹ്ലി പറഞ്ഞത് ചിന്നസ്വാമിയിൽ ആരാധകർ നൽകിയ പിന്തുണ കണ്ടിട്ടാണ്. പക്ഷേ ഈ സീസണും തുടങ്ങുന്നത് RCB തൻ്റെ തനത് ശൈലിയിൽ തന്നെ. സീസണിലെ ആദ്യ പകുതി കഴിയുമ്പോൾ 7 തോൽവികൾ കൊണ്ട് എലിമിനേഷനിൽ നിൽക്കുന്ന RCB. ഫോമിലും ചോദ്യം ചെയ്യപ്പെടുന്ന കോഹ്ലിയുടെ സ്ട്രൈക്ക് റേറ്റ്, പൂർണ്ണ പരാജയമായ ഡുപ്ലസിയുടെ ക്യാപ്റ്റൻസി, ഇൻകൺസിസ്റ്റൻസി കൊണ്ട് 2 അക്കം കാണാൻ കഴിയാത്ത മാക്സ്വെൽ, മധ്യനിരയിൽ റണ്ണെടുക്കാൻ മടിക്കുന്ന പട്ടിദാറും ഗ്രീനും എന്നിങ്ങനെ അനന്തമായി നീളുന്ന തോൽവിയുടെ കാരണങ്ങൾ. തോൽവികളിലും പോരാട്ടം കൊണ്ട് ആരാധകരെ ആശ്വസിപ്പിച്ചത് DK മാത്രം. പൂർണ്ണമായും പരാജയമെന്ന RCBയെ ചാപ്പകുത്തി മാധ്യമ പ്രതികരണങ്ങൾ. കിരീടം മറന്ന് ഇനി നിലനിൽപ്പിന് വേണ്ടി മാത്രം പോരാടുക എന്ന പരിഹാസവാക്യങ്ങൾ. KKRനെതിരെ 1 റൺസ് തോൽവിയുടെ റാണക്കേടിൻ്റെ ആദ്യ പകുതി അവസാനിച്ചു. 2ാം പകുതിയിൽ അവർക്ക് നേരിടാനുള്ളത് സീസണിലെ തന്നെ വമ്പന്മാരെന്ന് തെളിയിച്ച ടീമുകളെ. തങ്ങളുടെ ആരാധക പിന്തുണയ്ക്ക് വേണ്ടി ജയം തേടിയിറങ്ങിയ ആദ്യ മത്സരം ഹൈദരാബാദിൻ്റെ മണ്ണിൽ 35 റൺസ് വിജയം. അതുവരെ ചോദ്യം ചെയ്യപ്പെട്ട കോഹ്ലിയുടെ സ്ട്രൈക്ക് റേറ്റും ഫാഫിൻ്റെ ക്യാപ്റ്റൻസിയും ബോളിംഗ് യൂണിറ്റിലെ പോരായ്മകളും ഏറെക്കുറെ തിരുത്തപ്പെട്ടു. കിരീട പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട RCB ക്യാമ്പിന് പ്രതീക്ഷകൾ നൽകി. പിന്നെയും വിജയങ്ങൾ. തുടർച്ചയായി 2 തവണ ഗുജറാത്തിനെയും പരാജയപ്പെടുത്തി. ആരാധകരെ അവർ ഉത്സാഹപ്പെടുത്തി. ബാക്കിയുള്ളത് ഡൽഹിയും പഞ്ചാബും CSKയും. എങ്കിലും പൂർണ്ണമായും വിജയിച്ചാലും മറ്റു ചില മത്സരങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന ക്വാളിഫിക്കേഷൻ സാധ്യതകൾ. കോമ്പറ്റീറ്റീവ് മൈൻഡുമായി കോഹ്ലിയും സംഘവും പഞ്ചാബിനെയും ഡൽഹിയും തോൽപ്പിച്ച് സാധ്യതകളെ ഉയർത്തി. ഇനി ബാക്കിയുള്ളത് CSKക്കെതിരെയുള്ള അവസാന പോരാട്ടത്തിൻ്റെ വിജയസാധ്യതകൾക്ക്. 2 കളികളുള്ള ലക്നൗ 1 മത്സരമെങ്കിലും പരാജയപ്പെടുന്നു. 2ാം പകുതിയിൽ തകർപ്പൻ സ്ട്രൈക്കിൽ കോഹ്ലിയും ഫാഫും തുടക്കം നൽകി. മധ്യനിരയിൽ പട്ടിദാർ നിറഞ്ഞു കളിച്ചു. സ്വയമേ മാറി നിന്ന മാക്സ്വെലിന് പകരം വന്ന ജാക്ക് രക്ഷകനായി. ഉണർന്നു കളിച്ച ഗ്രീൻ ഓൾറൗണ്ടർ മികവ് കാട്ടി. ബോളിങ്ങിൽ ഭേദപ്പെട്ട മികവുകൾ കണ്ടു തുടങ്ങി. സിറാജും ദയാളും എക്കണോമിയെ പിടിച്ചുവെച്ചു. ഫെർഗൂസനും സ്വപ്നിലും കരൺ ശർമ്മയും 2ാം പകുതിയിൽ വന്ന് ബോളിങ്ങിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റി. എന്നിങ്ങനെ വ്യക്തിഗതയിൽ ഒതുങ്ങാത്ത ടീമിൻ്റെ തന്നെ പരിവർത്തനം. പക്ഷേ ഈ തുടർച്ചയായ ആധികാരിക വിജയമൊന്നും പ്ലേ ഓഫ് സാധ്യതകളിലില്ല. CSKക്ക് എതിരെയുള്ള മത്സരത്തിൽ ആദ്യം ബാറ്റിംഗ് ആണെങ്കിൽ 18 റൺസ് വിജയം നിർബന്ധം. ബോളിംഗ് ആണെന്നുണ്ടെങ്കിൽ 11 പന്ത് ബാക്കി നിൽക്കിയ വിജയം. CSKക്കെതിരെയുള്ള വിജയം വിധി എഴുതുന്ന മത്സരം. 80% മഴയാൽ മത്സരം ഉപേക്ഷിക്കപ്പെടുമെന്ന മുൻവിധി. അവിടെയും പ്രതീക്ഷ വിടാതെ ആരാധകർ മഴയുടെ മുടക്കം കാത്ത് ഒരുപാട് കാത്തിരുന്നു. ഒടുവിൽ RCBക്ക് മുന്നിൽ മഴയും വഴിമാറി. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിങ്ങിനിറങ്ങിയ കോഹ്ലിയുടെ അഴിഞ്ഞാട്ടം. 3 ആറുകൾക്കപ്പുറം മഴ വീണ്ടും കളി മുടക്കുന്നു. പക്ഷേ വീണ്ടും തുടങ്ങിയ മത്സരത്തിൽ പിച്ചിൻ്റെ ഗതി തന്നെ മാറി. സ്പിന്നേഴ്സിന് ആനുകൂല്യമായ ലഭിച്ചതോടെ സ്പിന്നിൽ കോഹ്ലി വീണു. പിന്നീട് കളിയുടെ നിയന്ത്രണം ഡുപ്ലസിയിലൂടെ. ഒടുവിൽ അപ്രതീക്ഷിതമായി വന്ന ഒരു പന്തിൽ നിർഭാഗ്യത്താൽ ഫാഫ് റണ്ണൌട്ടായി. ശേഷം ഗ്രീനും പട്ടിദാറും കളിയെ കൂറ്റനടികൾ കൊണ്ട് രക്ഷപ്പെടുത്തി. തിരികെ വന്ന മാക്സ്വെലും ഹൈ സ്ട്രൈക്കോടെ 218 എന്ന ഭേദമായ സ്കോറിലെത്തിച്ചു. സെക്കൻഡ് ബാറ്റിംഗിൽ ഇറങ്ങിയ CSKക്ക് ആദ്യമേ പിഴച്ചു. ഫാഫിൻ്റെ ക്യാപ്റ്റൻസിയിലെ ആദ്യ മിടുക്കായ മാക്സിയെ കൊണ്ട് സ്പെൽ തുടങ്ങുക എന്നത് ഋതുരാജിൻ്റെ അതിപ്രധാനമായ വിക്കറ്റ് വീഴ്ച. പതിയെ സമ്മർദ്ദത്തിലായ ടീമിനെ ഒരു വശത്തു നിന്ന് രച്ചിൻ കൈപിടിച്ചുയർത്തി. പിറകെ വീണ മിച്ചലും രഹാനെയും രച്ചിൻ്റെ ഇന്നിങ്സിൽ പ്രതിഫലിച്ചില്ല. താളം നഷ്ടപ്പെട്ട ദൂബെ ശ്രമം തുടർന്നെങ്കിലും വീണ് കിട്ടിയ അവസരത്തിലും പൂർണ്ണ നിരാശ മാത്രം. പക്ഷേ നിർഭാഗ്യവശാൽ അനാവശ്യമായ റണ്ണൌട്ടിൽ രച്ചിനും മടങ്ങി. ഡെത്ത് ലൈനപ്പ് ബാറ്റിംഗുള്ള CSKയുടെ അടുത്ത ബാറ്ററായി സാറ്റ്നർ വന്നതേ ഓർമ്മയുള്ളൂ. സിറാജിൻ്റെ പന്തിൽ മിഡ് വിക്കറ്റിലൂടെ ഉയർത്തിയടിക്കാൻ ശ്രമിച്ച പന്തിലേക്ക് ഒരു 35-കാരൻ പറന്നുയർന്നു. ഫാഫ് ആ പന്തിലേക്ക് ചാടി വീഴുകയായിരുന്നു. CSKയുടെ ഡർഗൌട്ട് വീണ്ടും സമ്മർദ്ദത്തിലായി. അവസാന പ്രതീക്ഷകളുമായി ധോണിയും ജഡേജയും ക്രീസിൽ നിൽക്കുമ്പോൾ വിജയത്തെക്കാൾ പ്ലേ ഓഫിന് സാധ്യമായ റൺസ് മാത്രമായിരുന്നു. ഒരുപാട് കളികളിലെ വിജയികളായ ധോണിയും ജഡേജയ്ക്കും ഇത് പുതിയൊരു അനുഭവമായിരുന്നു. അവിടെ നിന്ന് CSKയ്ക്ക് അനുകൂലമായ 4 ഓവറുകൾ.
അവസാന ഓവർ എറിയാൻ വന്ന യാഷ് ദയാൽ വരുമ്പോൾ ഓർമ്മകളിൽ റിങ്കു പദം മാത്രം. ഒരു ഓവറിൽ 5 സിക്സർ വാങ്ങിയ ദയാലിനെ തന്നെ അവസാന ഓവറിൽ എറിയാൻ ഫാഫ് പറഞ്ഞയക്കുന്നു. 6 പന്തുകളിൽ 17 റൺസ് മാത്രം മതി. ആദ്യ പന്ത് തന്നെ ധോണിയുടെ ബാറ്റിൽ നിന്ന് സ്റ്റേഡിയത്തിൻ്റെ വെളിയിലേക്ക് ഒരു പടുകൂറ്റൻ സിക്സർ. രണ്ടാം പന്തിലും അതേ ആംഗിളിൽ ഷോട്ടിന് ശ്രമിച്ച ധോണി RCBയുടെ കൈകളിൽ കുരുങ്ങി. ആദ്യ സിക്സർ വഴിതെളിച്ച ന്യൂ ബോളിലെ ഗ്രിപ്പ് RCBയെ തുണച്ചു എന്ന് പറയാം. ശേഷം നഷ്ടപ്പെടുത്തിയ ഒരു പന്തിനുപ്പുറം സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്തു 2 പന്തിൽ 10 റൺസ് മാത്രം അകലെ നിൽക്കുന്ന. എന്നാൽ ദയാൽ എറിഞ്ഞ 2 പന്തുകളും ജഡേജ പൂർണ്ണമായി ബീറ്റനായി. കാലം സമ്മാനിച്ച നിരാശയ്ക്ക് ദയാലിനായി കാലം തന്നെ മറുപടി നൽകി. ഒരു നിമിഷം ലോകം അവസാനിച്ചു എന്ന് കരുതിയ ദയാലിന് പുനർജന്മമാണിത്. അതെ, ഇത് എത്ര മനോഹരമാണ്. സാധ്യമല്ലാത്ത ഒരു ലോകത്തേക്കാണ് RCB കൈപിടിച്ച് കയറിയത്. പരിഹാസ ചോദ്യങ്ങൾക്കും മറുപടി നൽകിയ ഒരു സുന്ദര പ്രയാണമാണിത്. ക്യാപ്റ്റൻസി മുതൽ പരിഹസിക്കപ്പെട്ട ഓരോ ചോദ്യങ്ങൾക്കും ഈ യാത്രയിൽ വ്യക്തമായ മറുപടികളുണ്ട്. കിരീടത്തിൽ എത്താൻ ഇനിയും ഒരുപാട് ദൂരമുണ്ട്. സഞ്ചരിച്ചതിനേക്കാൾ ദുർഘടമായ ദിനങ്ങളിൽ ഇനിയും ഈ ടീമിന് ജയത്തിലെത്താൻ സാധിക്കട്ടെ. കിരീടമില്ലാത്ത ഈ യാത്രയ്ക്ക് ഈ സീസൺ അന്ത്യമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഇതേപോലെയുള്ള ക്രിക്കറ്റ് വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കൂടെ കൂടിക്കൊള്ളി. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.